ഷാഫിയെ മറിച്ചതിൽ പ്രതിഷേധം. ഷാഫി പറമ്പിൽ MP അദ്ദേഹത്തെ തല്ലിയ സംഭവം ഇന്നലെ മുതൽ തന്നെ വലിയ രാഷ്ട്രീയ വിവാദമാണ് കേരളത്തിൽ. ആദ്യം CPM-ഉം പോലീസുമൊക്കെ പറയുന്നത് ഷാഫിയെ അടിച്ചില്ല എന്നാണ്. ദൃശ്യങ്ങൾ ഇന്ന് പുറത്തു വരികയാണ്. കോഴിക്കോട് ഉൾപ്പെടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ വ്യാപകമായ പ്രതിഷേധമുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പേരാമ്പ്രയിൽ നടന്ന സംഗമത്തിൽ പ്രവർത്തകരും പോലീസുമായി ഉണ്ടായ തർക്കം സംഘർഷത്തിൽ കലാശിച്ചു. റൂറൽ SP KE ബൈജുവിനെതിരെ KC വേണുഗോപാൽ ഉൾപ്പെടെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചു. ഷാഫിയെ തല്ലിയവരുടെ സംരക്ഷണം വേണ്ടെന്ന നിലപാടെടുത്ത UDF പ്രവർത്തകർ പോലീസിനെ തള്ളിമാറ്റി. ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. ഷാഫി പറമ്പിലിനെതിരായ പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ചുള്ള പ്രക്ഷോഭ പരിപാടികൾ ഇന്നലെ മുതൽ ആരംഭിച്ചതാണ്. ഇതിന്റെ തുടർച്ച തന്നെയാണ് ഇന്നും ഉണ്ടായത്. കോഴിക്കോട് നഗരത്തിൽ IG ഓഫീസിന്റെ മുന്നിൽ പ്രതിഷേധ സംഗമവുമായാണ് UDF പ്രവർത്തകർ ഇന്ന് അവരുടെ ആദ്യ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. റോഡ് ഉപരോധിച്ച പ്രവർത്തകർ IG ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. പിന്നീട് നേതാക്കൾ ഇടപെട്ടാണ് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചത്. എന്തായാലും വലിയ സംഘർഷമാണ് അവിടെ ഒഴിവായത്. നിരവധി നേതാക്കളാണ് ഇന്ന് ഷാഫി പറമ്പിലിനെ കാണാനായി അദ്ദേഹം ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയിലെത്തുകയും ചെയ്തത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില വ്യക്തമാക്കിയുള്ള മെഡിക്കൽ ബുള്ളറ്റിനും പുറത്തിറങ്ങി. അദ്ദേഹത്തിന്റെ മൂക്കിന് ഒടിവ് ഉണ്ട് എന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നു. അടിയന്തര ശസ്ത്രക്രിയ നടത്തിയ ശേഷം അദ്ദേഹം ഇപ്പോൾ ICUവിൽ തന്നെ ചികിത്സയിൽ തുടരുകയാണ്. ഒരാഴ്ചയെങ്കിലും അദ്ദേഹത്തിന് വിശ്രമം അനിവാര്യമാണ് എന്നാണ് ആശുപത്രിയിൽ നിന്നും നൽകിയിരിക്കുന്ന മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നത്. വൈകുന്നേരം 3 മണിക്ക് ശേഷമാണ് പേരാമ്പ്രയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ UDFന്റെ ഭാഗമായുള്ള പ്രതിഷേധ സംഗമം അരങ്ങേറിയത്. നിരവധി പ്രവർത്തകരാണ് ഈ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്തത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഷയം മാറ്റുന്നതിന്റെ ഭാഗമായാണ് പോലീസിനെ ഉപയോഗിച്ച് UDF പ്രവർത്തകരെ ആക്രമിക്കുന്നതെന്ന് ഈ സംഗമം ഉദ്ഘാടനം ചെയ്ത KC വേണുഗോപാൽ MP കുറ്റപ്പെടുത്തി. ഷാഫി പറമ്പിലിന് നേരെ അക്രമം അഴിച്ചുവിട്ടുവെന്ന് ആരോപിച്ച് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ റൂറൽ SP ബൈജു അടക്കമുള്ളവർക്കെതിരെ ഭീഷണി മുഴക്കാനും KC വേണുഗോപാൽ മറന്നില്ല. സംഗമത്തിൽ പങ്കെടുത്ത മറ്റ് നേതാക്കളും പോലീസിന്റെ നടപടിക്കെതിരെ ആഞ്ഞടിച്ചു. സ്വർണവുമായി ബന്ധപ്പെട്ട ശബരിമല സ്വർണ്ണ വിവാദം ഇല്ലാതാക്കുന്നതിനായാണ് ഇത്തരം അക്രമങ്ങൾ അഴിച്ചുവിടുന്നതെന്നായിരുന്നു നേതാക്കളുടെ പ്രതികരണം. ഒരു വശത്ത് സംഗമം പുരോഗമിക്കുന്നതിനിടെ മറുവശത്ത് പോലീസിനെതിരെ പ്രവർത്തകർ തിരിഞ്ഞത് ഈ സംഗമത്തിനിടയ്ക്ക് വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. പ്രവർത്തകരുടെ ഗോ ബാക്ക് വിളികളെ തുടർന്ന് പോലീസ് പരിപാടി നടക്കുന്ന ഗ്രൌണ്ടിൽ നിന്നും പിന്നോട്ട് പോയിരുന്നു. ഗ്രൌണ്ടിൽ പാർക്ക് ചെയ്തിരുന്ന ബസ്സുകൾക്ക് നേരെയും പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും വലിയ കയ്യേറ്റ ശ്രമങ്ങളുണ്ടായി. ഒപ്പം മാധ്യമപ്രവർത്തകരിൽ ചിലരെ കയ്യേറ്റം ചെയ്യുന്നതിനും സമരക്കാരുടെ ഭാഗത്തുനിന്നും നീക്കമുണ്ടായിരുന്നു. എന്തായാലും ഈ പ്രതിഷേധക്കാരുടെ സമ്മർദ്ദത്തിനൊടുവിൽ പോലീസ് ബസ് സ്റ്റാൻഡിന് പുറത്തേക്ക് മാറി നിലയുറപ്പിച്ചു. അവിടേക്കും എത്തി പിന്നീട് പ്രവർത്തകർ സംഘർഷത്തിനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചെങ്കിലും പിന്നീട് നേതാക്കൾ ഇടപെട്ടാണ് പ്രവർത്തകരെ നിയന്ത്രിച്ചത്. എന്തായാലും പരിപാടി തീരുന്ന സമയം വരെ പിന്നീട് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും സംയമനം കളഞ്ഞുള്ള ഒരു നടപടിയും ഉണ്ടായില്ല. ഏറ്റവും ഒടുവിൽ പരിപാടി തീർന്ന ശേഷം
വീണ്ടും പോലീസുകാർക്കെതിരെ പ്രക്ഷോഭകർ തിരിയുകയുണ്ടായി. എന്നാൽ ഈ പ്രക്ഷോഭകർ പോലീസുകാർക്കെതിരെ അസഭ്യവർഷം തുടരുമ്പോഴും പോലീസുകാർ പൂർണ്ണമായി സംയമനം പാലിച്ചു. ഏറ്റവും ഒടുവിൽ 2 ബാച്ച് പോലീസുകാരായിരുന്നു ഇവർ ഉണ്ടായിരുന്നത്. അവർ 2 ബാച്ചും പിന്നീട് പ്രവർത്തകരുടെ എതിർപ്പിനെ തുടർന്ന് പിന്നോട്ട് പോയി. പിന്നീട് ഈ മുതിർന്ന നേതാക്കൾ ഇടപെട്ടാണ് പ്രവർത്തകരെ പിന്മാറ്റിയത്. എന്തായാലും കാര്യമായ അനിഷ്ട സംഭവങ്ങളില്ലാതെ തന്നെയാണ് ഇന്നത്തെ ഈ പ്രതിഷേധ സംഗമം അവസാനിച്ചിരിക്കുന്നത്. എം എസ് സുരേഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.